ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മൾ മുമ്പ് പോസ്റ്റ് ചെയ്തത് ഈ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത്. സോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് SFX ആഡ് ചെയ്യുക, സോ കളർ ഗ്രേഡിങ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നേരെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടം വെച്ചാണ് നിർത്തി വെച്ചിരിക്കുന്ന വീഡിയോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാനുള്ളത് നമുക്ക് ഫസ്റ്റ് SFX ആഡ് ചെയ്യാം, ദെൻ നമുക്ക് ലാസ്റ്റ് ആയിട്ട് കളർ ഗ്രേഡിങ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് SFX ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു കട്ട്സിൻ്റെ ഇവിടെ SFX ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഈ ഒരു കട്ടായി പോകുന്നിടത്ത് നമുക്കൊരു SFX ആഡ് ചെയ്യാം. സോ ഓഡിയോയിൽ ക്ലിക്ക് ചെയ്യുക, എക്സ്ട്രാക്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സൗണ്ട് എഫക്ട്സിൻ്റെ ഈ ഒരു സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. സോ പോരാ തന്നെ ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫയൽസൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫയൽസിൽ നമുക്ക് അത്യാവശ്യം SFX കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്ക് വീഡിയോയുടെ ഷൂട്ട് ആവുന്ന രീതിയിലുള്ള SFX ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ആ ഒരു എഫക്റ്റ് കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു SFXൻ്റെ സൗണ്ട് കുറവാണെങ്കിൽ ജസ്റ്റ് ആ ഒരു സൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് വോളിയം ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് അവിടെ അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ കട്ട്സിലും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് ഇവിടെ ആയാലും നമുക്കിപ്പോൾ ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം, ദെൻ ഡിവൈഡ് ആയിട്ട് കൊടുത്താലും മതി. ഓക്കെ, ഇതുപോലെയാണ് നമ്മൾ SFX ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ SFX ആഡ് ചെയ്യണത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണും. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള കളർ ഗ്രേഡിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കളർ ഗ്രേഡിങ് ചെയ്യാനായിട്ട് നമുക്ക് ഫിൽറ്ററിൽ വരാം. ദെൻ നമുക്ക് പ്രോയിൽ ഒരു ഫ്ലാഷ് CCD എന്ന് പറഞ്ഞ ഒരു ഫിൽറ്റർ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ അത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ജസ്റ്റ് വീഡിയോയുടെ ഫുള്ളാക്കി കൊടുക്കാം. ശേഷം നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റിൽ ചെന്നിട്ട് അതിൻ്റെ അഡ്ജസ്റ്റിൽ ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ്നസ് കുറച്ച് കൊടുക്കാം, കോൺട്രാസ്റ്റ് ജസ്റ്റ് ഒന്ന് കൂട്ടിയും കൊടുക്കാം. ഓക്കെ, ദെൻ ഇപ്പോൾ നിങ്ങളുടെ വീഡിയോസിൽ ഇത് ഫ്ലാഷ് കൂടുതലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് അഡ്ജസ്റ്റിൽ ചെന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. സോ ഞാൻ തൽക്കാലം എത്ര തന്നെ വെക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫിൽറ്ററിൽ പോവുക, പ്രോ ഫീച്ചർ എടുക്കുക. ദെൻ ഈ ഒരു 4K എന്ന് പറഞ്ഞ ഒരു ഫിൽറ്റർ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ എൻഹാൻസ് ആക്കി കിട്ടിയിട്ടുണ്ട്. സോ ഇതൊന്ന് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഫുള്ളാക്കി കൊടുക്കാം. ഓക്കെ, ദെൻ നമ്മുടെ അഡ്ജസ്റ്റിൽ ചെന്നിട്ട് നമുക്ക് ആ ഒരു നമ്മുടെ കട്ട്സ് അനുസരിച്ച് ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ്നസ് കൂട്ടി കൊടുക്കുക, കോൺട്രാസ്റ്റും കൂട്ടി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വീഡിയോയിൽ കളർ ഗ്രേഡ് ചെയ്യുക. സോ ഇപ്പോൾ നിങ്ങളുടെ ചില കട്ട്സിൽ കുറച്ച് ഡാർക്കായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു കട്ട്സിൽ മാത്രം ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ അഡ്ജസ്റ്റിൽ ചെല്ലാം, ദെൻ ബ്രൈറ്റ്നസ് കൂട്ടി കൊടുക്കുക, അതോടെ തന്നെ കോൺട്രാസ്റ്റ് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഡാർക്ക്നെസ് ഫീല് കിട്ടും, ഡാർക്ക് പോയി കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കളർ ഗ്രേഡ് ചെയ്തെടുക്കുക. സോ ഇതിലേക്ക് നമുക്ക് കുറച്ച് ലൈറ്റിൻ്റെ എഫക്റ്റ് കൂടെ കിട്ടാനായിട്ട് നമുക്ക് ഓവർലിയിൽ വരാം. ശേഷം നമുക്ക് ഈ ഒരു ഓവർലി നമ്മുടെ വീഡിയോസിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ സൂം ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്കിത് ഇവിടെ മേലെ ലൈറ്റ് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് അതിൻ്റെ സ്പ്ലൈസിൽ ചെന്നിട്ട് ഫിൽറ്റർ ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ലൈറ്റിങ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഇത് നിങ്ങളുടെ വീഡിയോസിന് ബോറാവാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ ഒപ്പാസിറ്റിയിൽ ചെല്ലുക, ശേഷം നമുക്കത് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇത് അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് നമ്മുടെ വീഡിയോസിൻ്റെ സൈഡിലൊക്കെ അത്യാവശ്യം ചെറിയൊരു ബ്ലർ വരണം. സോ അത് നമ്മുടെ വീഡിയോ ഇങ്ങനെ എടുത്ത് കാണിക്കാൻ യൂസ്ഫുൾ ആവും. സോ അതിനായിട്ട് നമുക്ക് എഫക്റ്റ് സെക്ഷനിൽ പോവുക, വീഡിയോ എഫക്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് ലെൻസിൽ പോവുക. ലെൻസിൽ പോയിട്ട് ബ്ലർ സെക്ഷനിൽ പോയതിന് ശേഷം നമുക്ക് നേരെ അടിയിലേക്ക് ചെല്ലാം. അടിയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഹെഡ്സി എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് കാണാം. സോ ആ ഒരു എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഒബ്ജക്റ്റിൽ ചെന്ന് ഓൾ ആക്കി കൊടുക്കാം. ശേഷം നമ്മുടെ വീഡിയോയുടെ ഡ്യൂറേഷൻ ജസ്റ്റ് ഒന്ന് സെറ്റാക്കി കൊടുക്കുക.
അതിനുശേഷം നമുക്ക് അഡ്ജസ്റ്റിൽ ചെല്ലാം. ബ്ലർ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഒരു 20 അല്ലെങ്കിൽ 15 ഒക്കെ ആക്കി കൊടുത്താൽ മതി. കാരണം അപ്പോൾ നമുക്ക് ഒരു ബ്ലർ സൈഡിലൊക്കെ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ കളർ ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് നമ്മുടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സ്പോർട്ട് വരാം. 60 FPS 180p ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ദെൻ ലാസ്റ്റ് നമ്മുടെ വീഡിയോ വിങ് ഗ്യാപ്പിലിട്ട് ജസ്റ്റ് ഒന്ന് ഇൻഹാൻസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. സോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.